തന്നെ മഹാൻ ഇറങ്ങിയല്ലോ കാറിന്ന്. താനെതിനെ ഇടിച്ചത്? വാട്ട്? ഞാൻ നിന്നെ ഇടിച്ചെന്നോ? നിനക്കെന്താ വെച്ച കണ്ണെന്നും കണ്ടൂടെ? ഇടിക്കാൻ വന്നിട്ട് തോന്നിവാസം പറയുന്നു. മര്യാദയ്ക്ക് താൻ എനിക്കൊരു 3000 രൂപ ഇങ്ങോട്ട് തന്നേ പറ്റൂ. വൈ? തന്നോട് ആൽഫബറ്റ്സ് പറയാനല്ല പറഞ്ഞത്. എനിക്ക് 3000 രൂപ തരണം. അതാ ചോദിച്ചത് എന്തിനാന്ന്. താൻ എന്നെ ഇടിച്ചില്ലേ, അതിനുള്ള പൈസ. അതിന് ഞാൻ തന്നെ ഇടിച്ചില്ലല്ലോ. ഇടിക്കാൻ വന്നല്ലോ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദി താനായനെ. ഓ മൈ ഗോഡ്. എന്താ താൻ എന്തെങ്കിലും പിറുപിറുത്തോ? ഓ, ഡിസ്റ്റർബൻസ്. നിനക്ക് എത്ര വേണ്ടത്? എന്താ എത്രയാ വേണ്ടേന്ന്? ഇയാള് ചോദിച്ചുടഞ്ഞ് തരാന്നുള്ള രീതിക്ക് നിൽക്കുകയാണല്ലോ. എത്രയാ വേണ്ടെന്നാ ചോദിച്ചത്. എനിക്ക് പൈസയൊന്നും വേണ്ട. ഞാനേ ഹോസിന് പൈസ തട്ടിയെടുക്കുന്നവളൊന്നുമല്ല. താൻ എനിക്ക് പൈസ തരോന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാനും മനസ്സ് വേണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നീ എന്നെ ഉപദേശിക്കാണോ അതോ എന്നെ പഠിപ്പിക്കാണോ? എന്നാ നീ കേട്ടോ, ഈ ഹരി ഒരിക്കലും മറ്റുള്ളവരുടെ അഡ്വൈസ് സ്വീകരിക്കാറില്ല. അണ്ടർസ്റ്റാൻഡ്? ഇയാൾ എന്തൊരു ഷോയാ കാണിക്കുന്നേ. കൊള്ളാലോ, പിടിക്കാൻ വന്നതും പോരഞ്ഞ് പൈസ ചോദിച്ചപ്പോ എന്തൊരു ജാടക്കൊരു കുഴപ്പമില്ല. ഇതിന്ന് മനസ്സിലാക്കാം ഇയാളെന്തോ വലിയ റിച്ച് ഫാമിലിയാ. അതെനിക്കിപ്പോ മനസ്സിലായി. അയ്യോ, ഞാൻ അമ്പലത്തിൽ പോകാനുണ്ടോ വന്നത്? എന്റെ ദൈവമേ, പ്രാർത്ഥന സ്വീകരിക്കണം. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ജോലി കിട്ടിയത്. ഈ ജോലി ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ. എന്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി തരണേ. കുറെ തവണ ഞാൻ ഇതുപോലെ കൈകൂപ്പി നിന്റെ മുന്നിൽ വന്നതാണ്. ബട്ട് എനിക്കൊരു ജോലി പോലും കിട്ടിയില്ല. ഇപ്പതാ നീയായിട്ട് തന്നെ എനിക്കൊരു ജോലി തന്നിരിക്കുകയാണ്. നിന്നെ മാത്രം ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ജോലിയെ ഒരു തടസ്സം ഉണ്ടാകരുതേ ദൈവമേ. അവൾക്ക് എന്തൊരു ഷോയാ. ഇത്രയും ഷോ ഉള്ള ഒരു പെണ്ണെ ഞാൻ ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഇതുപോലൊരു വൃത്തികെട്ട പെണ്ണെ ഞാൻ എന്റെ ജീവിതത്തിൽ കാണാൻ പോലും ആഗ്രഹിക്കാത്തതാ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടെന്തിനാ? വിവാഹം, ബന്ധം, ഇതെല്ലാം ഒരു ഡീലാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ പ്രണയത്തെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരിക്കലും നടക്കുകയുമില്ല. എന്നാലും ഇത്രയും ജാടയുള്ള പെണ്ണിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പൈസ ചോദിച്ചിട്ട് എന്നെ കളിയാക്കുന്നു. ആ പെണ്ണിന്റെ വിചാരം ഞാനൊരു ദരിദ്രവാസിയാണെന്ന്. ഇനിയും ആ പെണ്ണ് എന്റെ കൺമുന്നിൽ കാണാതിരിക്കട്ടെ.